രാജ്ഭവനെയും ഭാരതമാതാവിനെയും അവഹേളിക്കുന്ന പ്രസംഗം നടത്തി അവിടെ നിന്ന് ഇറങ്ങിപ്പോയ ശിവൻകുട്ടിക്കെതിരെ ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അതിശക്തമായിട്ടുള്ള സമരങ്ങൾ നടക്കുകയാണ്. ഈ ശിവൻകുട്ടിയെ ആ രാജ്ഭവനിൽ കയറ്റിയ ആൾക്കാരെ വേണം പറയാൻ. കാരണം ഈ നിയമസഭ അടിച്ചു തകർത്ത് ഒരു ഭരണഘടനാ സ്ഥാപനം എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അറിയാതെ അടിച്ചു തകർത്ത് അതിനകത്ത് കോലാഹലങ്ങൾ കാണിച്ച് അതിന്റെ പേരിൽ ഒരു 5 വർഷക്കാലം MLA അല്ലാതെ പുറത്തിരുന്ന് ഇപ്പോ വന്ന സമയത്ത് വീണ്ടും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് ശിവൻകുട്ടി ഇന്ന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ശിവൻകുട്ടിയുടെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് ശിവൻകുട്ടി ആരും ശ്രദ്ധിക്കപ്പെടുന്നില്ല. വിദ്യാഭ്യാസ വകുപ്പ് താറുമാറായി കിടക്കുകയാണ്. അങ്ങനെ ഒരു വകുപ്പുണ്ടോ എന്ന് തന്നെ അറിയില്ല. ഇപ്പൊ പറയുന്നു ഗവർണറുടെ അധികാരങ്ങളെ കുറിച്ച് 10ാം ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ പഠിപ്പിക്കേണ്ടതല്ല. ഒരു മന്ത്രി എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്തുകൂടാ എന്നുള്ളതാണ് ആദ്യം പഠിപ്പിക്കേണ്ടത്. അങ്ങനെ ശിവൻകുട്ടിക്ക് ആദ്യം പ്രോട്ടോകോളാണ് പഠിപ്പിക്കേണ്ടത്. അത് ആദ്യം അവരുടെ പാർട്ടി ക്ലാസുകളിൽ പഠിപ്പിച്ചിട്ട് മതി അടുത്തിനി ഗവർണർക്ക് നേരെയുള്ള കുതിരകയറ്റമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഭാരതമാതാവിനെ അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഒരു വനിത, ഒരു കൊടിയുമേന്തി നിൽക്കുന്ന ഒരു വനിതയെ എങ്ങനെ ബഹുമാനിക്കാൻ സാധിക്കുമെന്നാണ്. അത് ശിവൻകുട്ടിക്ക് സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ കുറിച്ചോ ഭാരതത്തിന്റെ ചരിത്രത്തെ കുറിച്ചോ അറിയാത്തത് കൊണ്ടാണ്. ഭാരതമാതാവ് എന്ന് പറയുന്നത് ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്, ഭാരതത്തിലെ സ്വാതന്ത്ര്യ സമര പോരാളികൾക്ക് വളരെ വലിയ ആവേശം കൊടുത്ത ഒരു രൂപമാണ് ഭാരതമാതയുടെ രൂപം. അത് 1947 ശേഷം ഉണ്ടായതല്ല. എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഭാരതമാതാവ് എന്ന് പറയുന്ന സങ്കല്പം ഭാരതത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആ ഭാരതമാതാവിനെയാണ് ഒരു അവഹേളിക്കുന്ന രീതിയിൽ ശിവൻകുട്ടിയെ സംസാരിച്ചിരിക്കുന്നത്. ഒരു വനിത, ഒരു കൊടിയേന്തി നിൽക്കുന്ന വനിത, അത് യഥാർത്ഥത്തിൽ അത് സ്ത്രീത്വത്തെ തന്നെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു വനിതയ്ക്ക് കൊടി പിടിച്ചിരുന്നത് എന്താണ് കുഴപ്പം? ഒരു ഭാരതത്തിന്റെ സങ്കല്പം എന്താണ്? ഒരു മാതൃ ഭാരതമാതാവ് എന്ന് പറയുന്ന അമ്മയുടെ മക്കളാണ് നമ്മളെല്ലാവരും എന്നുള്ള സങ്കല്പം. അങ്ങനെ അമ്മയുടെ മക്കളാകുമ്പോഴാണ് നമ്മളെല്ലാവരും ഭാരതമാതാവിന്റെ മക്കളായിത്തീരുന്നത്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്നത്.